ഞാൻ എന്നെ ഈ 2 വയസ്സ് മുതൽ ഞാൻ 2 വയസ്സ് തുടങ്ങിയതാണ് ഈ ആക്ടിങ്ങിന്റെ ഇതൊക്കെ. 2 വയസ്സില് ഫസ്റ്റ് കട്ട് റൂം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ വന്നു. അത് കഴിഞ്ഞപ്പോ ജയറാമിന്റെ കൂടെ ഒരു സിനിമയിൽ വന്നു. കട്ടപ്പാട മാറിപ്പോയി അത് തന്നെ ഇപ്പൊ വായിൽ വരുന്നുള്ളൂ. ഇതെല്ലാവരോടും കാണണം പറഞ്ഞ് ഞാൻ അഭിനയിച്ചതിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തതും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മൂവിയാണ് ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഡയറക്ടർ പറയുന്ന പോലെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ നമ്മുടെ ഡയറക്ടറായ ഫൈസൽ ഹുസൈൻ സാറ് ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ ഒന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാലിൻ്റെ പരിക്ക് എനിക്ക് ഇന്ന് മാച്ചായിരുന്നു, ടൂർണമെൻ്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാക്ടീസിനിടയ്ക്ക് കളിച്ചപ്പോൾ ഒന്ന് അടിച്ചതാക്കാം ബോള് ഒന്ന് കാലിന് ചെറിയ പറ്റില്ല. അതെ, നമുക്കിപ്പോ നമുക്കൊരു ഓപ്പൺ ആയി കിട്ടിയ സ്ഥിതിക്ക് പഠിത്തവും മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അങ്ങ് അടിച്ചു കയറി പോകണം. ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിലെ ഒരു പ്രധാന വേഷം ചെയ്യുന്ന തേജസ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു നാസ്റ്റിക് മീഡിയ. വെൽക്കം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പോൾ ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിച്ചതിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തതും നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മൂവിയാണ് ഈ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരുപാട് ആസ്വദിച്ചത്? അതായത് ഇപ്പം ഞാൻ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഡയറക്ടർ പറയുന്ന പോലെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ തന്നെയാണ്. പക്ഷേ ഈ സിനിമയിൽ നമ്മുടെ ഡയറക്ടറായ ഫൈസൽ ഹുസൈൻ സാറ് ഒരു കൂട്ടുകാരനെ പോലെ അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ ഒന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് എനിക്ക് നീന്താനൊക്കെ അറിയാം. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ഒരു കുളത്തിൽ നമ്മളോട് ഒറ്റയടിക്ക് എടുത്തി ചാടാൻ പറഞ്ഞാൽ നമ്മൾ ചാടും ഇതുപോലെ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ക്രേസ്, അഡ്വഞ്ചേഴ്സിനോടൊക്കെ ക്രേസ് ഉള്ളതുകൊണ്ട് എന്നോട് ചാടാൻ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനെടുത്ത് ചാടി നീന്തി കുളിച്ച് അങ്ങനെ പാട്ട് സീനിലൊക്കെ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കലാവേദികളൊക്കെ നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതിൽ നിന്ന് വലിയ ഒരു ഗംഭീര പടമാവും ഈ പടം. സിനിമയിലെ വേഷം നായകന്റെ അടുത്ത കൂട്ടുകാരനാണ് കുട്ടിക്കാലത്തെ ടിപ്പു കഥാപാത്രം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ? ആ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് അവരുടെ കൂടെ ഇങ്ങനെ നടന്ന് ഉള്ള അലമ്പും കളിക്കാനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുപോലും അങ്ങനെയുള്ള ഒരു നല്ലൊരു രസകരമായ ക്യാരക്ടറായിരുന്നു. ജീവിതമൊക്കെ ആയിട്ട് ജീവിതമായിട്ട് ഏകദേശം റിലേറ്റബിൾ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരന്മാരൊപ്പം കളിക്കാൻ പോലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടി നടക്കല് അങ്ങനെ. അല്ല കാലിന്റെ പരിക്ക് എനിക്ക് ഇന്ന് മാച്ചായിരുന്നു, ടൂർണമെന്റ് ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പ്രാക്ടീസിനിടയ്ക്ക് കളിച്ചപ്പോൾ ഒന്ന് അടിച്ചതാക്കാം ബോള് ഒന്ന് കാലിന് ചെറിയ പറ്റില്ല. അതെ, അതല്ലെങ്കിൽ ഇപ്പൊ ഇത് 8-ാം തീയതി പറഞ്ഞത് ഇപ്പൊ ഇങ്ങോട്ട് ആക്കിയതാണ്. ലൊക്കേഷൻ ഇതിപ്പോ കുറെ സ്ഥലത്ത് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അതില് കുറെ കാടും അങ്ങനെ കാട് പ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതില് നല്ല സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നു, നല്ല കാണാനുള്ള നല്ല മലയുടെ മേളിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യാൻ പറ്റി. മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് എന്താണ് ലൊക്കേഷനിൽ മറക്കാനാവാത്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞങ്ങള് കുറെ കാടിന്റെ ഉള്ളിലൊക്കെ പോയി ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അല്ലാതെ ഞങ്ങൾ ചുമ്മാ ഫ്രണ്ടുകളായിട്ട് അത് ബ്രേക്ക് ഒക്കെ ഇട്ട ടൈമില്. പിന്നെ അതുപോലെ ഞങ്ങൾ കുളിക്കാനായിട്ട് പോയത് അതുപോലെ ഞങ്ങള് ഈ നായകന്റെ കുട്ടിക്കാലം അഭിനയിക്കുന്ന കൊച്ചും ഞാനും ഒക്കെ ആയിട്ട് വെള്ളത്തിലിറങ്ങി നീന്തി കുളിച്ച് നല്ല രസമൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ നിവിൻ എന്ന് പറഞ്ഞ കിച്ചു അതെനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. അത് അന്ന് ഞങ്ങള് കോണ്ടാക്ട് ഒക്കെ ഉണ്ട് ഞങ്ങള്. പക്ഷെ അങ്ങനെ നമ്മൾ ഇതായിട്ട് ഞങ്ങളെ കണ്ട് ഭയങ്കര ചങ്കളായി. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. റിയൽ ലൈഫിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ റിയൽ ലൈഫിൽ പഠിക്കുകയാണ്, 8ാണ്. എവിടെയാണ്? ഞാൻ കോതമംഗലം, അതായത് ഞാൻ സെന്റ് ജോർജ് എന്ന് പറയുന്ന സ്കൂളിലാണ്. വീട് കോതമംഗലത്താണ്. ഇപ്പൊ അമ്മയും ഞാനും എല്ലാവരും താമസിക്കുന്നത്. എന്നെ ഈ 2 വയസ്സ് മുതൽ ഞാൻ 2 വയസ്സ് തുടങ്ങിയതാണ് ഈ ആക്ടിങ്ങിന്റെ ഇതൊക്കെ. 2 വയസ്സില് ഫസ്റ്റ് കട്ട് റൂം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ വന്നു. അത് കഴിഞ്ഞപ്പോ
ജയറാമിന്റെ കൂടെ ഒരു സിനിമയിൽ വന്നു, കട്ടപ്പാട മാറിപ്പോയി അത് തന്നെ ഇപ്പൊ വായിൽ വരുന്നുള്ളൂ. ഇതെല്ലാവരോടും കാണണം പറഞ്ഞ് ദൈവമേ കൈതൊഴാൻ കേക്കുമാറാകണം എന്ന് പറഞ്ഞ് സലീം കുമാർ സാറിന്റെ മോനായിട്ട് അഭിനയിച്ചായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് പടം അഭിനയിച്ചു. എന്നെ എന്റെ അച്ഛനുമാണ് ഇപ്പൊ ഇങ്ങനെ കൊണ്ടടക്കുന്നതൊക്കെ. എങ്ങനെയാണ് ഈ രണ്ടാമത്തെ വയസ്സിൽ പോലും അഭിനയിച്ച് തുടങ്ങിയോണ്ട് ആ ഒരു പാഷൻ വന്നതാണ്? അത് എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ അഭിനയത്തിനോടൊക്കെ കുറച്ച് താല്പര്യം, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ടി വിയിൽ ഡാൻസ് ഒക്കെ ചെയ്യും, നന്നായിട്ട് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ടി വിയിൽ ഒരു പരസ്യം കണ്ടു ഇതുപോലെ. അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ഇതുപോലെ എന്നാൽ കൊണ്ടുപോയി നോക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി സെലക്ട് ആയി അച്ഛൻ. അങ്ങനെ പിടിച്ചു കയറി വന്നതാണ്. പിന്നെ നമ്മുടെ സിനിമ നടൻ നമ്മുടെ ജനാർദ്ദനൻ സാറില്ലേ, ഞങ്ങളുടെ കസിനാണ്, റിലേറ്റീവാണ്. ഇനിയിപ്പോ ഏതൊക്കെ സിനിമകളാണ് വരാനുള്ളത്? ഇനിയിപ്പോ 8 ഇറങ്ങി. ഇനി പറഞ്ഞ അഭിനയിക്കാനുണ്ട്, ത്രിലോകര അഗ്നി എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോ ഇത് ഓഗസ്റ്റ് 30 ഇറങ്ങാൻ പോവാ. തിയേറ്ററിൽ വരുമോ കാണാൻ? ഒരു പോക്കൻ എന്ന് പറഞ്ഞൊരു പടം കൂടി ഉണ്ട്, തിയേറ്ററിലൊക്കെ വരും. അപ്പൊ എന്താണ് ഇനി ഭാവി പ്ലാൻ? സിനിമയിൽ തന്നെ നിലനിൽക്കാനാണോ അതോ പഠിച്ച് എന്തെങ്കിലും? അല്ല, നമുക്കിപ്പോ ഇങ്ങനൊരു നമുക്കൊരു ഓപ്പൺ ആയി കിട്ടിയ സ്ഥിതിക്ക് പഠിത്തവും മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് അങ്ങ് അടിച്ചു കയറി പോകണം. എങ്കിലും വേറൊരു ആഗ്രഹമുണ്ട്, ഡോക്ടർ, എനിക്ക് മിലിറ്ററി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പിന്നെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞു നിന്റെ പാഷൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. എന്താണ് പാഷൻ? അഭിനയാണ് പാഷൻ. സിനിമയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഷോർട്ട് ഫിലിം? സിനിമയല്ലാതെ ഞാൻ TV പ്രോഗ്രാംസ് ചെയ്തായിരുന്നു. നമ്മുടെ കട്ട് റൂം എന്ന് പറഞ്ഞ പ്രോഗ്രാം, പിന്നെ സി കേരളത്തിലെ ഡ്രാമ ജൂനിയേഴ്സ്, അങ്ങനെ പിന്നെ ഉടൻപണത്തിലൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട്. പിന്നെ ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട് 2 വയസ്സിലൊക്കെ. ചെറുപ്പത്തിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഇല്ല, ഇപ്പൊ മെയിൻ ആയിട്ട് സിനിമ, TV പ്രോഗ്രാം അങ്ങനെയൊക്കെ നോക്കാം. അതാണ് താല്പര്യം അല്ലേ? ഷോർട്ട് ഫിലിമോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണോ അതോ? അല്ല, അങ്ങനെയല്ല, ഷോർട്ട് ഫിലിംസ് വരാറില്ല. പിന്നെ ആഡുകളൊക്കെ ചെയ്യാറുണ്ട്. ഇതിനൊരു പ്രായപരിധി ഇല്ലാത്തൊരു പടമാണ്. ഇത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഇപ്പൊ മുതിർന്നവരായിക്കോട്ടെ, അച്ഛനമ്മമാരായിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും ഈ പടം അടിപൊളിയായിട്ട് കാണാൻ പറ്റിയൊരു ഫാമിലി എന്റർടൈനർ മൂവിയാണ്. സങ്കടത്തിന് സങ്കടം, സന്തോഷത്തിന് സന്തോഷം, എല്ലാം തികഞ്ഞൊരു നല്ല മൂവിയാണിത്. അത്ര കോൺഫിഡന്റ് ആണ്. അപ്പൊ എന്തായാലും എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും മാക്സിമം സിനിമ പോയി കാണുക, കണ്ട് ഞങ്ങളുടെ സിനിമ വിജയിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ, വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.